അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിന് മുന്നിൽ നിന്നാണ് വിനീത വിജി ചേരുന്നത്. വിനീത, നമുക്കറിയാം നമ്മുടെ ചരിത്രത്തിൽ സുവർണ ക്ഷേത്രത്തിനുള്ള ഒരു പ്രാധാന്യം. ഇന്നിപ്പോൾ പുലർച്ചെ അമൃത്സറിൽ അപായ സൈറൺ നൽകുന്നു. ബ്ലാക്ക് ഔട്ടിലാണ് അമൃത്സർ എന്തായാലും. അതിനുശേഷം അപായ സൈറൺ വരുന്നു. അവിടെ പലയിടങ്ങളിലും ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നു എന്ന സൂചനകൾ വരുന്നു. ഇതൊക്കെ സ്ഥിരീകരിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അത്തരത്തിൽ അവിടെ സ്ഫോടന ശബ്ദം കേൾക്കുന്നു. പലയിടങ്ങളിൽ നിന്നും ഈ പറയുന്ന ഷെല്ലുകളുടേതടക്കമുള്ള ഭാഗങ്ങൾ ലഭിച്ചു എന്ന് പറയുന്നു. അമൃത്സറിൽ നിന്ന് നൽകാനുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ ഞാനിപ്പോൾ നിൽക്കുന്നത് അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിന് മുൻപിലാണ്. വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ തന്നെയാണ് ഈ ഭാഗങ്ങളിലേക്കൊക്കെ തന്നെ ഉള്ളത്. കാരണം ഈ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളാണ്. വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ ഇന്നലെ രാത്രിയൊക്കെ അമൃത്സറിൽ ബ്ലാക്ക് ഔട്ട് ആയിരുന്നു. അതിനുശേഷം പല ഭാഗങ്ങളിൽ നിന്ന്, അമൃത്സറിൽ നിന്നും മാത്രം 5 ഇടങ്ങളിൽ നിന്നാണ് ഈ സ്ഫോടന ശബ്ദം കേട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഈ ഇപ്പോൾ നമുക്ക് വാർത്ത ലഭ്യമായിരിക്കുന്നത് ജലന്ധറിൽ നിന്ന് ഈ മിസൈലിന്റെ ചില ഭാഗങ്ങൾ കണ്ടെത്തിയതായിട്ടൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിലേക്കുള്ളൊരു നിർദ്ദേശം നമുക്ക്, അങ്ങനെയൊരു വിവരം ആണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ജലന്ധറിന് പുറമെ ഗുരുദാസ്പൂരിലും ഇന്നലെ ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അവിടെയും സമാനമായിട്ടുള്ള ആക്രമണം നടന്നതായി സൂചനയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അതിന് പിന്നാലെ തന്നെ ഏറ്റവും കൂടുതൽ ഒരു റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഫിറോസ്പൂർ എന്ന് പറയുന്ന മേഖലയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ അമൃത്സറിൽ നിന്ന് ഏതാണ്ട് 2 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് നമുക്ക് ഈ ഫിറോസ്പൂർ എന്ന് പറയുന്ന മേഖലയിലേക്ക് എത്താൻ. അവിടെ കൂടുതൽ ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ഡ്രോൺ ആക്രമണം ആ മേഖലയിൽ നടന്നിരിക്കുന്നത്. അതും ആമഡ് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടൊരു ആക്രമണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 3 പേർക്കാണ് പരിക്കേറ്റിട്ടുണ്ടായിരുന്നത്. അതിൽ 2 പേരുടെ നില വലിയ ഗുരുതരമല്ലെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. പക്ഷെ അവരിപ്പോഴും ആശുപത്രിയിൽ തന്നെയാണ് ഉള്ളത്. അതിൽ ഈ ആക്രമണത്തിൽ പരിക്കേറ്റ ഒരു സ്ത്രീയുടെ നില അതീവ ഗുരുതരമാണെന്നും അറിയാൻ കഴിയുന്നുണ്ട്. ആ മേഖലകളിലൊക്കെ ഇന്നലെ പിന്നീട് പോലീസൊക്കെ എത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ അവിടെ ആ മേഖലകളിൽ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഗുരുദാസ്പൂരിനും ഒപ്പം തന്നെ ഫിറോസ്പൂരിനും പുറമെ അമൃത്സറിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായിട്ടാണ് വിവരം ലഭ്യമായിട്ടുണ്ടായിരുന്നത്. പത്താൻകോട്ടിലും ഇന്നലെ സമാനമായിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടായതായി നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 20 മേഖലകളിൽ, ഈ പത്താൻകോട്ടിലെ 20 മേഖലകളിൽ സ്ഫോടന ശബ്ദം കേട്ടതായിട്ടാണ് വിവരമുള്ളത്. അത് ഏതാണ്ട് 5 മിനിറ്റിനകം ആ സ്ഫോടന ശബ്ദം കേട്ടു എന്നുള്ളതാണ് അവർ പറയുന്നത്. ചണ്ഡീഗഡിലും മൊഹാലിയിലും അടക്കം കനത്ത ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനമായും അവർ പറയുന്നത് ഇന്നലെ രാത്രി 8 മണിക്ക് മുൻപ് കടകളടയ്ക്കണമെന്നുള്ളതൊക്കെയായിരുന്നു ആ മേഖലകളിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ആളുകൾ ബ്ലാക്ക് ഔട്ടുമായി പൂർണ്ണമായും സഹകരിക്കണമെന്നും അവർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരസ്യ ബോർഡുകളിൽ പോലും ലൈറ്റുകൾ ഇടരുതെന്നൊരു നിർദ്ദേശമായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. ഒപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ പൂർണ്ണമായും അവധി നൽകിയിരിക്കുകയാണ് പഞ്ചാബിൽ. അത് ഈ അതിർത്തി പങ്കിടുന്ന 6 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി നൽകിയിരിക്കുന്നത്. വിവിധ യൂണിവേഴ്സിറ്റികളിലെ പരീക്ഷകളും മാറ്റിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മലയാളികളായിട്ടുള്ള വിദ്യാർത്ഥികളടക്കം അവർ തിരികെ നാടുകളിലേക്ക് എത്തുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്രമീകരണങ്ങളെല്ലാം മറുവശത്ത് പുരോഗമിക്കുന്നുമുണ്ട്. ഇന്നലെ പ്രത്യേകമായിട്ടുള്ള മന്ത്രിസഭാ സമിതി യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു പഞ്ചാബിൽ. ഇന്നും അത്തരത്തിലേക്കുള്ള യോഗങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഇന്നലെ പാകിസ്ഥാന്റെ ആക്രമണം ഏറ്റവും കൂടുതൽ നടന്നൊരു മേഖല തന്നെയാണ് ഈ പഞ്ചാബിലെ അമൃത്സർ, ഗുരുദാസ്പൂർ, പത്താൻകോട്ട് തുടങ്ങിയ മേഖലകളൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നതിനും മറ്റുമായി ഇന്ന് അവലോകനം ചെയ്യുന്നതിനുമായി പ്രത്യേകമായിട്ടുള്ള ഒരു യോഗം ചേരുമെന്ന് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ 10 മന്ത്രിമാരെ ഈ അതിർത്തി പങ്കിടുന്ന ജില്ലകളിലെ സ്ഥിതിഗതികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിനും അത്തരത്തിലേക്കുള്ള ഏതെങ്കിലും ഒരു അടിയന്തര ഘട്ടം ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സേവനം ഉറപ്പാക്കുന്നതിനുമൊക്കെ ആയിട്ടുള്ള ക്രമീകരണങ്ങൾ എത്തണമെന്ന നിർദ്ദേശം ഇന്നലെ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 10 മന്ത്രിമാർക്ക് അതിന്റെ പ്രത്യേക ചുമതലയടക്കം നൽകിയിട്ടുണ്ട്. തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകളെല്ലാം വലിയ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിളാണ്. സുവർണ ക്ഷേത്രത്തിന് മുൻപിലാണ് നിൽക്കുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഈ മേഖലകളിലേക്കൊക്കെ തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകളിലും സമാനമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ആളുകൾ പൂർണ്ണമായും സഹകരിക്കണം എന്നൊരു നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഈ ബ്ലാക്ക് ഔട്ടിലേക്കൊക്കെ പോകുമ്പോൾ അവർ പൂർണ്ണമായും ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് അതിനോട് സഹകരിക്കണം എന്ന നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇതിന് വിവിധ ഇടങ്ങളിൽ ഡ്രോൺ ആക്രമണം, ഒപ്പം തന്നെ ഷെല്ലാക്രമണവും വെടിവെപ്പും ഒക്കെ ഉണ്ടായതായിട്ടാണ് നമുക്ക് വിവരം ലഭ്യമാവുന്നത്. ഇന്ത്യൻ സൈന്യം ശക്തമായി തന്നെ അതിന് തിരിച്ചടിയും നൽകിയിട്ടുണ്ട്. ക്രിസ്റ്റീന.